വളരെ വിലക്കുറവിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 5G ഫോണുകളിൽ ഒന്നാണ് ഈ കാണുന്ന സാംസങ് A06 5G 6GB റാം 128GB മെമ്മറി. ഹലോ ഷേമാരെ, എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈ കാണുന്ന സാംസങ് A06ൻ്റെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോയും അതുപോലെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. വീഡിയോകൾ മുഴുവനായിട്ടും കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് കണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ലെറ്റ്സ് ഗോ. ഫോണ് നല്ലൊരു സേഫ്റ്റി കവറിലാണ് ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഫോൺ അവിടെ നിൽക്കട്ടെ, നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. ഒന്ന് ഈ കാണുന്ന ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ് ബോക്സിൽ വരുന്നത്. പിന്നെ ഈ കാണുന്ന ചെറിയൊരു സിം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണാണുള്ളത്, വേറെ ചാർജറോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് സാംസങ് A06 5G. പ്രത്യേകിച്ച് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ആയിട്ട് വരുന്ന ഫോണല്ല. കുറേ ലൈൻസ് ആണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. പ്രത്യേകിച്ച് വേറെ വെറൈറ്റി ലുക്കോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന്റെ ഈ ഒരു സൈഡിൽ ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ഷേപ്പ് മാറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. ചെറിയൊരു ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഉള്ളിലുള്ള ഫ്രെയിമും അതുപോലെ പുറത്തുള്ള ഈ ഒരു ബോഡി ആണെങ്കിലും ഒക്കെ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. നെറ്റ്വർക്ക് വരുന്നത് 5G നെറ്റ്വർക്ക് ആണ്. 191 ഗ്രാം വെയിറ്റ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ തിക്നെസ് പറയുന്നത് 8mm തിക്നെസ് ആണ് വരുന്നത്. ഒരു വോളിയം ബട്ടണും അതുപോലെ ഒരു പവർ ബട്ടണും ആണ് കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടണിലാണ് നമ്മൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സിം ഇടാനുള്ള സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ സിം ഇടാനുള്ള സ്ലോട്ടിൽ ഡ്യുവൽ സിം ആണ് ഈ ഫോണിൽ വരുന്നത്. അത് മാത്രമല്ല ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും ഉണ്ട്. ഒരേ സമയത്ത് ഒരു മെമ്മറി കാർഡ് ഒരു സിം കാർഡ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സിം കാർഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. താഴെ ഭാഗത്തായിട്ട് ചാർജിങ്ങിനായിട്ടൊരു ടൈപ്പ് സി കണക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെയാണ് പൊതുവെ ഇതിനുള്ള ഫീച്ചേഴ്സ് വരുന്നത്. 90 ഹെർട്സിന്റെ 6.67 ഇഞ്ചസിൽ വരുന്ന ഒരു PLS LCD ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലാരിറ്റിയും ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ്സിലാണ് ഈ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. നിലവിൽ ഇതിന്റെ ആൻഡ്രോയിഡ് വെർഷൻ പറയുന്നത് ആൻഡ്രോയിഡ് 15 ആണ്. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് 4 മേജർ ആൻഡ്രോയിഡ്സ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് തവണ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ സാംസങ് A06. പിന്നെ മീഡിയ ടെക്കിന്റെ ചിപ്സെറ്റും അതുപോലെ ഒക്ടാ കോർ പ്രോസസ്സറും, അത് മാത്രമല്ല മാലി G57 വരുന്നൊരു GPയും കൂടിയാണ് വരുന്നത് ഇതിന്. ഇതിന്റെ ക്യാമറനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 50 മെഗാപിക്സലിന്റെ ഒരു ബാക്ക് ക്യാമറയും അതുപോലെ 8 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. 2 ക്യാമറക്കും 26mm വൈഡ് ആംഗിൾ ലെൻസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. 1080 റെസൊല്യൂഷനിൽ 30 FPS അതുപോലെ 60 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ബാക്ക് ക്യാമറയിൽ നിന്ന്. ഫ്രണ്ട് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ 1080 റെസൊല്യൂഷനിൽ 30 FPS നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണോ അതോ നിങ്ങൾക്ക് പറ്റുന്നതാണോ ഒക്കെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫോണാണ് ഈ കാണുന്നത്. $5000 വരുന്ന ഒരു അടിപൊളി ബാറ്ററിയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നത് 25 വാട്ട്സ് വരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ കമ്പനി ഇതിന് പ്രത്യേകിച്ച് അഡാപ്റ്ററും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന സമയത്ത് മിനിമം 25 വാട്ട്സിന്റെ ഒരു അഡാപ്റ്ററെങ്കിലും വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ആ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ചാർജ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും. പെട്ടെന്ന് തന്നെ ചാർജും കയറും. മിനിമം 25 അല്ലെങ്കിൽ അതിൽ കൂടുതലോ വാട്ട്സ് ഉള്ള ഏതെങ്കിലും നല്ല അഡാപ്റ്ററുകൾ വാങ്ങുക. പിന്നെ ടൈപ്പ് സി അഡാപ്റ്റർ ആണ് വാങ്ങേണ്ടത്. കാരണം കമ്പനി കൊടുക്കുന്ന കേബിൾ പറഞ്ഞാൽ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫോണിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഫോണും അതുപോലെ നമ്മൾ റിവ്യൂവും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.